പെൻഡോറോബി അനലിറ്റിക്കൽ ടാരോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വിഷുഫലത്തിൻ്റെ 4ാം ഭാഗമാണ്. 4 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. 3 പാർട്ടുകൾ ഓൾറെഡി അപ്ലോഡഡ് ആണ്. അപ്പോൾ ഈ ഭാഗത്ത് വരുന്നത് കാപ്രിക്കോൺ, മകരം രാശി, കുംഭം രാശി അക്വേറിയസ്, അതുപോലെ മീനം രാശി പൈസസ്, ഇവയുടെ പൊതുഫലവും ഇതിലുള്ള ഓരോ നക്ഷത്രങ്ങളുടെയും സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ നക്ഷത്രങ്ങൾ വീതം എടുത്തിട്ടുള്ള ഫലവുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കാപ്രിക്കോണിലേക്ക്, മകരം രാശിയിലേക്ക് കടക്കാം. മകരം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്, അതായത് കാപ്രിക്കോൺ സോഡിയാക് സൈനായിട്ട് വരുന്ന ആളുകൾക്ക് ഈ വിഷുക്കാലം എങ്ങനെയായിരിക്കും, പൊതുവായ വിഷുഫലം എന്തായിരിക്കും എന്നതാണ് നമ്മൾ ഒരു 5 കാർഡ് സ്പ്രെഡ് എടുത്ത് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. അതിനുശേഷം പൊതുഫലം നോക്കിയതിന് ശേഷം അതിലുള്ള ഓരോ നക്ഷത്രങ്ങളായിട്ട് നമുക്ക് നോക്കാം. 2 ഓഫ് സോർഡ്സ്, 7 ഓഫ് സോർഡ്സ്, ക്യൂൻ ഓഫ് വാൻഡ്സ്, ക്യൂൻ ഓഫ് സോർഡ്സ്, ഫൈവ് ഓഫ് പെന്റക്കിൾസ്. മകരം രാശിയുടെ പൊതുവായിട്ടുള്ളൊരു ഫലം നോക്കുമ്പോൾ ജനറലി നമുക്ക് ആദ്യം കിട്ടുന്നൊരു വൈബ് വൈകാരികമായ പിരിമുറുക്കങ്ങളിലൂടെയും അതേസമയം തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കരുത്തിലൂടെയും നിങ്ങൾ ഈ സമയത്ത് മുന്നേറും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 2 ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു ആശയക്കുഴപ്പം നിങ്ങൾക്കുണ്ടാവും. ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്നറിയാതെ 2 ചിന്തകൾക്കിടയിൽ നിങ്ങൾ പതറുന്നൊരു സാഹചര്യം ഉണ്ടായേക്കാം. ചിലപ്പോൾ ഇപ്പോൾ ഉള്ളതായിരിക്കാം. എങ്കിലും കണ്ണുകെട്ടിയിരിക്കാതെ സത്യത്തെ അഭിമുഖീകരിക്കാൻ ഈ കാർഡ് നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഈ സമയത്ത് ആ ഒരു 2-1 തീരുമാനിക്കേണ്ട ഒരു സമയമാണ് വരാൻ പോകുന്നത്. 7 ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന കുറുക്കൻ്റെ പോലെ ഈ ഒരു ചതിയുടെ ഒരു എലമെന്റ് അതിലുണ്ട്. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് തന്ത്രപരമായ നീക്കങ്ങൾ നടത്തേണ്ടി വരും. ചതിക്കുക എന്നുള്ളതല്ല, മറ്റുള്ളവർ നിങ്ങളെ വഞ്ചിക്കാതെ നോക്കണം. അതേപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ സുതാര്യത പുലർത്തണം. ഒരു തന്ത്രപരമായ നീക്കങ്ങൾ നടത്തണം, എന്നാൽ അതിലൊരു വഞ്ചന കലരാതിരിക്കണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എതിരെ ചതി വരാനുള്ളൊരു സാഹചര്യവും ഇതിൽ നിങ്ങൾ കാണണം. അതായത് അങ്ങനെ ഒരു നിങ്ങൾക്കെതിരായ ചില നീക്കങ്ങൾ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് ചുറ്റും പതിയിരിക്കുന്ന എന്തോ ഒരു കാര്യങ്ങൾ ഉണ്ടെന്നുള്ള സൂചനയാണ്. ഇവിടെ ക്യൂൻ ഓഫ് വാൻഡ്സും ക്യൂൻ ഓഫ് സോർഡ്സും നൽകുന്നത് സ്ത്രീ ശക്തിയും കരുത്തുമാണ്. അതായത് ഈ 2 രാജ്ഞിമാരുടെ സാന്നിധ്യം ഈ റീഡിങ്ങിലെ വലിയൊരു പ്രത്യേകതയാണ്. അതും രണ്ടും ചേർന്ന് വന്നിരിക്കുന്നത്, ഒരുമിച്ച് വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് വാൻഡ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസവും ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകളും ഈ സമയത്ത് വർദ്ധിക്കും. ഒരു രാജ്ഞിയെ പോലെ ഏത് വെല്ലുവിളികളെയും ഏറ്റെടുക്കാൻ നിങ്ങൾ ഈ സമയത്ത് തയ്യാറാകും എന്നുള്ളതാണ്. ക്യൂൻ ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോൾ ബുദ്ധിപരമായ വ്യക്തതയും സത്യസന്ധതയും ഈ സമയത്ത് നിങ്ങൾ പാലിക്കും എന്നുള്ളതാണ്. അതായിരിക്കും നിങ്ങളെ നയിക്കുക. വികാരങ്ങൾക്ക് അടിമപ്പെടാതെ യുക്തിസഹമായ കാര്യങ്ങൾ തീരുമാനിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികമോ അല്ലെങ്കിൽ മാനസികമോ ആയിട്ടുള്ള ചെറിയ വെല്ലുവിളികൾ സഹായിക്കാൻ കഴിയുന്ന ഒരു കൊട്ടാര സദൃശ്യമായ കാര്യങ്ങൾ അടുത്ത് തന്നെ ഉണ്ടായിട്ടും അല്ല അതിൽ കഴിയുന്ന ആളുകൾ ഉണ്ടായിട്ടും അവരുടെ സഹായം നിങ്ങൾക്ക് കിട്ടാതിരിക്കുന്നത് കൊണ്ടുള്ള ചില വെല്ലുവിളികൾ, സാമ്പത്തികമായ അതാണ് ഇവിടെ ഒരു ചതി എന്ന് പറയുന്നത്. സാമ്പത്തിക പ്രയാസം നിങ്ങൾക്കുണ്ടാവാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങളായിരിക്കില്ല. മനസ്സിൽ വേറെ എന്തെങ്കിലും വിചാരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ആട്ടിൻ തോലിട്ട ചെന്നായകളുടെ കൂട്ടത്തിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ മനസ്സിൽ ഉണ്ടായേക്കണം. സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് അവസാനം അവരുടെ ആ ചതി ആവരുത് നിങ്ങളിലേക്ക് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ തന്ത്രപരമായിട്ടായിരിക്കണം കാര്യങ്ങളെ കാണേണ്ടത്. സാമ്പത്തികമായ ചെറിയ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയോ എന്നൊരു തോന്നലോ ഇടയ്ക്കൊക്കെ ഉണ്ടായേക്കാം. എന്നാലും സഹായത്തിനായി കൈനീട്ടിയാൽ നിങ്ങളെ സഹായിക്കാൻ ആളുണ്ടാകും എന്നാണ് ഈ കാർഡ് ഓർപ്പിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഒരാളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടം ആളുകളെ നിങ്ങൾ കണ്ണടച്ചങ്ങനെ വിശ്വസിക്കേണ്ട ഒരു ചതി അല്ലെങ്കിൽ അവർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സഹായിക്കാൻ സാധ്യതയില്ല. പക്ഷെ സഹായം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, കയ്യെത്തും ദൂരത്ത് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പൊതുവായിട്ടുള്ള ഒരു എനർജി കാപ്രിക്കോണിന് മകരം രാശിക്കാർക്ക് കിട്ടിയിരിക്കുന്നത് ആശയക്കുഴപ്പങ്ങൾക്കിടയിലും ബുദ്ധിപരമായ കരുത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് നിങ്ങൾക്ക് വരുന്നത്. ചെറിയ തടസ്സങ്ങൾ കണ്ട് ഭയപ്പെടാതെ ലക്ഷ്യങ്ങളിൽ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നമുക്കപ്പോൾ ഇതിലുള്ള ഓരോ നക്ഷത്രങ്ങളായിട്ട് നോക്കാം. ആദ്യം ഉത്രാടം നക്ഷത്രത്തിന്റെ അവസാന 3 പാദങ്ങൾ നോക്കാം.
മകരം രാശിയിൽ വരുന്ന ഉത്രാടം നക്ഷത്രക്കാർക്ക് എന്ത് എനർജി ആയിരിക്കും ഈ വിഷുക്കാലത്ത് ഉണ്ടാവുക? മാർസ് ഏത് ഭാവത്തിലായിരിക്കും? മാർസ് ഇൻ സെക്കൻഡ് ഹൗസ്, സാമ്പത്തികം, റിസോഴ്സസ്. എന്ത് കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്? പ്രോഗ്രഷൻ, ജേണി. ഓക്കെ. ഉത്രാടം നക്ഷത്രക്കാർക്ക്, മകരം രാശിയിലെ ഉത്രാടം നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത് വളരെ ചടുലമായ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്ന കാർഡാണ്. ചൊവ്വയുടെ ഊർജം 2ാം ഭാവത്തിൽ വരുമ്പോൾ അത് നിങ്ങളുടെ സംസാരത്തിലും സമ്പാദ്യത്തിലും വലിയ സ്വാധീനം ചെലുത്തുമെന്നാണ് പറയുന്നത്. മാർസ് മോഷനെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഒരു എനർജി പ്രോഗ്രഷൻ, ജേണിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഒരു കണക്ഷൻ ഇതിലുണ്ട്. മാർസ് പൊതുവെ വരുമ്പോൾ ചൊവ്വ ധൈര്യത്തിന്റെയും പ്രവർത്തനക്ഷമതയുടെയും ഗ്രഹമാണ്. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ കഠിനമായി പരിശ്രമിക്കും. തടസ്സങ്ങളെ വെല്ലുവിളിയായി ഏറ്റെടുക്കാനുള്ള വീര്യം നിങ്ങൾക്ക് ഈ സമയം ഉണ്ടാവും. 2ാം ഭാവത്തിൽ ചൊവ്വ വരുമ്പോൾ അത് ധനം, കുടുംബം, സംസാരം എന്നിവയെ സൂചിപ്പിക്കുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ സജീവമായ ഇടപെടലുകളായിരിക്കും ഈ സമയത്ത് നിങ്ങൾ നടത്തുക. എന്നാൽ ചൊവ്വ 2ാം ഭാവത്തിൽ നിൽക്കുന്നതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സംസാരത്തിൽ അല്പം പരുഷത വരാൻ സാധ്യതയുള്ളതുണ്ട്. കുടുംബാംഗങ്ങളോട് സംസാരിക്കുമ്പോൾ സംയമനം പാലിക്കാനായിട്ട് ഇതിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പുതിയ വഴികൾ നിങ്ങൾ കണ്ടെത്തും എന്ന സൂചനയും ഇവിടെയുണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പ്രോഗ്രഷൻ എന്നത് ജീവിതത്തിൽ നിങ്ങൾ കൈവരിക്കുന്ന ഘട്ടം ഘട്ടമായുള്ള വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ജേണി എന്ന വാക്ക് അർത്ഥമാക്കുന്നത് ഇതൊരു ദീർഘകാല യാത്രയുടെ തുടക്കമായിരിക്കുമെന്നാണ്. നിങ്ങളിപ്പോൾ ആരംഭിക്കാൻ പോകുന്ന കാര്യം ഇത് തൊഴിൽപരമായ യാത്രകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പുകളോ ഒക്കെ ആവാം. കാര്യങ്ങൾ നിശ്ചലമായി നിൽക്കുന്ന അവസ്ഥ മാറി മുന്നോട്ട് നീങ്ങാൻ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് സംസാരം ഒന്ന് ശ്രദ്ധിക്കുക എന്നതാണ്. അത് കുടുംബാംഗങ്ങളുമായിട്ട് പ്രത്യേകിച്ച്. എന്താണ് മകരം രാശിയിലെ ഉത്രാടം നക്ഷത്രക്കാർക്ക് കൃഷ്ണൻ നൽകുന്ന സന്ദേശം? ഈക്വൽ, ഓൾ ബീയിങ്സ് ഷെയർ ഡിവൈൻ വൺനെസ്. എല്ലാവരും ഒന്നാണ്. നമ്മൾ എല്ലാവരെയും നമ്മളെപ്പോലെ തന്നെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു ഇക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാവരിലും. അത് മനുഷ്യരായാലും മൃഗങ്ങളായാലും പക്ഷികളായാലും വലിപ്പച്ചെറുപ്പമില്ലാതെ ആളുകളെ കൈകാര്യം ചെയ്യാനായിട്ട്. പണം വരുമ്പോൾ ആ ഒരു തത്വം നിങ്ങൾ മറന്നു പോകാതിരിക്കുക എന്നത് നിങ്ങൾക്ക് ദീർഘകാലമായിട്ട് നിങ്ങളുടെ യാത്രയിൽ വലിയൊരു നേട്ടങ്ങൾ ഉണ്ടാക്കി തരുമെന്നാണ് കൃഷ്ണൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം. ഇത് യൂണിവേഴ്സ് മെസ്സേജായിട്ട് സ്വീകരിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അങ്ങനെ ഉൾക്കൊള്ളാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത നക്ഷത്രങ്ങളിലേക്ക് പോവാം. അടുത്തത് തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രത്തിൻ്റെ വിഷു ഫലം, വിഷുവിൻ്റെ എനർജി എങ്ങനെയായിരിക്കും? നോർത്ത് നോഡ്, ഫ്യൂച്ചർ. ഏത് ഭാവത്തിലാണ് അത് വരുന്നത് നോക്കാം. അതായത് നിങ്ങളുടെ ഒരു സോൾ പർപ്പസ് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ 3ാം ഭാവം, കമ്മ്യൂണിക്കേഷൻ. എന്ത് കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്ത് എന്ന് നോക്കാം. പ്രോഗ്രഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ജേണി തൊട്ട് മുൻപ് നമുക്ക് കിട്ടിയത് അത് തന്നെയാണ്. നമ്മൾ ഷഫിൾ ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടല്ലോ. പക്ഷെ ആ എനർജി ഇവിടെ നമ്മുടെ കാപ്രിക്കോണിന് കോമൺ ആയിട്ട് വന്നിരിക്കുന്നതാണെന്ന് തോന്നുന്നു. തിരുവോണം നക്ഷത്രക്കാർക്ക് നേരത്തത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഊർജ്ജമാണ് ലഭിച്ചിരിക്കുന്നത്. നോർത്തിനോടെന്ന് പറയുമ്പോൾ രാഹുവാണ്. രാഹുവിൻ്റെ സാന്നിധ്യവും 3ാം ഭാവവും ചേരുമ്പോൾ ഇത് പുതിയ അറിവുകളിലേക്കും പരീക്ഷണങ്ങളിലേക്കുമുള്ള ഒരു യാത്രയാണ് സൂചിപ്പിക്കുന്നത്. രാഹു വരുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം എവിടെയാണോ അവിടേക്ക് നിങ്ങളെ നയിക്കുന്ന ഊർജമായിട്ടാണ് രാഹു നിൽക്കുക. തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഭൗതികമായ നേട്ടങ്ങൾക്കായിട്ട് വ്യത്യസ്തമായ വഴികൾ തിരഞ്ഞെടുക്കാനും ആഗ്രഹം കൂടും. പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി തോന്നും. വിദേശ സംബന്ധമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഡിജിറ്റൽ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കൊക്കെ നല്ല ഒരു സമയമായിരിക്കും ഇത്. മൂന്നാം ഭാവത്തിൽ രാഹു വരുമ്പോൾ ധൈര്യം, വീര്യം, സഹോദരങ്ങൾ, ആശയവിനിമയം അല്ലെങ്കിൽ ചെറിയ യാത്രകൾ. ഇവിടെ യാത്രയാണ് നമുക്ക് അടുത്തത് വന്നിരിക്കുന്നത് കേട്ടോ കാർഡ്.
അപ്പോൾ ചെറിയ യാത്രകൾ എന്ന് പറയുന്നതിനെ പറ്റി ഒക്കെയാണ് 3-ാം ഭാവം സൂചിപ്പിക്കുന്നത്. ഇവിടെ അത് രാഹു വരുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ ആശയവിനിമയത്തിലൂടെ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ നിങ്ങൾക്ക് ഈ സമയത്ത് സാധിക്കും. ചെറിയ ദൂരങ്ങളിലേക്കുള്ള യാത്രകൾ നിങ്ങൾക്ക് ഗുണകരമാകും. സഹോദരങ്ങളിൽ നിന്നോ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ സഹായം ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെയുള്ള യാത്രകളിൽ അതായത് ഒരു പുരോഗതി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വലിയ മാറ്റത്തിന്റെ പാതയിലാണ് പൊതുവിൽ മകരം രാശിക്കാർ എന്ന് നമുക്ക് തോന്നുന്നു. കാരണം പ്രോഗ്രഷൻ വന്നതുകൊണ്ടാണ്, കോമൺ ആയിട്ട് വന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ യാത്ര നിങ്ങളുടെ അറിവിനെയും കാര്യക്ഷമതയെയും വർദ്ധിപ്പിക്കും. മുരടിച്ച് നിന്ന കാര്യങ്ങൾ വേഗത്തിൽ നടന്നു തുടങ്ങും. അത് പൊതുവിൽ മകരം രാശിക്ക് അങ്ങനെ ഒരു പൊതുവായ എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് തിരുവോണം നക്ഷത്രക്കാർക്ക് ഭഗവാൻ കൃഷ്ണൻ ഈ വിഷുക്കാലത്ത് നൽകുന്ന സന്ദേശം നോക്കാം. റെഗുലേറ്റഡ്, ബാലൻസ്ഡ്, ഡിസിപ്ലിൻഡ്, കൺട്രോൾഡ്, ഹാർമോണിയസ് ലിവിങ്. അപ്പോൾ എല്ലാം ഒരു തത്വം പാലിച്ചുകൊണ്ട് ബാലൻസ് ചെയ്തുകൊണ്ട് റെഗുലേറ്റഡ് ആയിട്ട് കൺട്രോൾഡ് ആയിട്ട് വേണം പോകാൻ. നിങ്ങളുടെ യാത്രകളാണെങ്കിലും നിങ്ങളുടെ പ്ലാനുകളാണെങ്കിലും എല്ലാത്തിനും ഒരു കടിഞ്ഞാൺ ഉണ്ടായിരിക്കണം. അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഡിസിപ്ലിൻഡ് ആയിരിക്കണം. അതാണ് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ്. അടുത്ത നക്ഷത്രത്തിലേക്ക് പോവാം. മകരം രാശിയിലെ അവസാന നക്ഷത്രമായ അവിട്ടം ആദ്യ 2 പാദങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അവിട്ടം നക്ഷത്രത്തിൻ്റെ മകരം രാശിയിൽ വരുന്ന അവിട്ടം നക്ഷത്രത്തിൻ്റെ എനർജി ഇതായിരിക്കും. മാർസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഏത് ഭാവത്തിലായിരിക്കും ചൊവ്വ വരുന്നത്? നിങ്ങൾക്ക് 5th ഹൗസ്, പാഷൻ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെടുന്ന മേഖലയാണ്. ഇത് എന്ത് കാര്യം ശ്രദ്ധിക്കാനാണ് നിങ്ങളോട് യൂണിവേഴ്സ് ഈ സമയത്ത് പറയുന്നത്? നർച്ചർ, സെറസ്. ഇവിടെ അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യ പകുതി വരുന്ന ആദ്യത്തെ 1-2 പാദങ്ങൾക്ക് വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള, വളരെ നല്ലൊരു ആർദ്രമായിട്ടുള്ള ഒരു മെസ്സേജാണ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ അവിട്ടത്തിന്റെ അധിപനായിട്ടുള്ള മാർസ് തന്നെയാണ് എനർജി കാർഡായിട്ട് വന്നിരിക്കുന്നത്. അത് നിങ്ങളുടെ സ്വാഭാവികമായ കഴിവുകളെ ഉണർത്തും. ധൈര്യത്തിന്റെയും പോരാട്ട വീര്യത്തിന്റെയും ഗ്രഹമാണ് ചൊവ്വ. നിങ്ങളുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുന്ന എനർജിയാണിത്. ഇത് ഈ സമയത്ത് നിങ്ങളുടെ സ്വന്തം എനർജിയാണ്, നക്ഷത്രത്തിന്റെ എനർജി തന്നെയാണ്. അത് ഇവിടെ ആ എനർജി നിങ്ങളിൽ ഈ വിഷുക്കാലത്ത് ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഏത് കാര്യവും പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ള ആവേശവും തടസ്സങ്ങളെ നേരിടാനുള്ള നിങ്ങളുടെ സ്വതസിദ്ധമായ കഴിവും ഒക്കെ ഈ സമയത്ത് വർദ്ധിക്കും എന്നുള്ളതാണ്. 5-ാം ഭാവത്തിൽ വരുമ്പോൾ ബുദ്ധി, സർഗാത്മകത, അതുപോലെ വിദ്യാഭ്യാസം, പ്രണയം, കുട്ടികൾ എന്നിവയൊക്കെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതുമായൊക്കെ ബന്ധപ്പെട്ട് നിങ്ങളുടെ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. കുട്ടികളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനോ അവരുടെ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനോ സാധിക്കും. വിനോദങ്ങൾക്കായി സമയം മാറ്റിവെക്കും. ഓരോരുത്തർക്കും ഇത് ഏത് തരത്തിലാണ് അവരവരുടെ കാര്യങ്ങളിൽ റിഫ്ലക്റ്റ് ആവുക എന്ന് നോക്കിയിട്ട് ഇതിനൊക്കെ അനുയോജ്യമായ സമയമാണ് 5th ഹൗസിൽ മാർസ് നിൽക്കുന്നത് എന്നതുകൊണ്ട് നിങ്ങൾക്കത് എങ്ങനെയാണ് ഗുണപ്പെടുത്തിയെടുക്കാൻ പറ്റുന്നതെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അത് ചെയ്യുന്നത് നന്നായിരിക്കും. എന്ത് കാര്യം ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്? പരിപാലനം, വാത്സല്യം എന്നിവ നോക്കാനാണ് പറയുന്നത്. അതായത് ഒരു അമ്മയുടെ സ്നേഹത്തെയും പരിപാലനത്തെയൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ചൊവ്വയുടെ പരുഷമായ ഊർജത്തെ സൈറസ് ശാന്തമാക്കുന്നു എന്ന് പറയാം. നിങ്ങളുടെ കഴിവും അധികാരവും മറ്റുള്ളവരെ സഹായിക്കാനും അവരെ പരിപാലിക്കാനും നിങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇവിടെ കിട്ടുന്ന നിർദ്ദേശം. ഈ സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവ് വരുമ്പോൾ പൊതു നന്മയ്ക്കായിട്ട്, അല്ലെങ്കിൽ കുടുംബത്തിന്റെ നന്മയ്ക്കായിട്ട്, കുട്ടികളുടെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആ എനർജി, മാർസിന്റെ എനർജി ഉപയോഗിക്കുക, യൂട്ടിലൈസ് ചെയ്യുക. കുടുംബത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു റോള് നിങ്ങൾ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സ്നേഹപൂർവമായ ഒരു സംരക്ഷണം നൽകി കൊണ്ടുവേണം. നിങ്ങളുടെ അധികാരം മറ്റുള്ളവരെ കീഴ്പ്പെടുത്താനല്ല, മറിച്ച് സൈറസ് സൂചിപ്പിക്കുന്നത് പോലെ സ്നേഹത്തോടെ പരിപാലിക്കാനാണ് ഉപയോഗിക്കേണ്ടത് എന്നതാണ് അവിടെ നമുക്ക് കിട്ടുന്ന ഒരു എനർജി. ഇനി എന്താണ് വിഷുക്കാലത്ത് നിങ്ങൾക്ക് കൃഷ്ണൻ നൽകുന്ന മെസ്സേജ് എന്ന് നോക്കാം. 2 നിർദ്ദേശങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്, നോക്കട്ടെ. എന്തൂസിയാസം, വൈസ്. പവർഫുൾ
എനർജി ഡ്രിവൺ പാഷൻ, പവർഫുൾ എനർജിയാണ് ഓൾറെഡി വന്നിരിക്കുന്നത്. എന്തൂസിയാസം ഉണ്ടാവും. വൈസ്, ബുദ്ധിപരമായിട്ട്. വിസ്ഡം, നിങ്ങളുടെ ബുദ്ധിയായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്. അതുപോലെ ഡിവൈൻ, നമ്മുടെ ഒരു യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്ന തരത്തിൽ പോസിറ്റീവ് എനർജിയിൽ നമ്മൾ നിന്നാൽ മാത്രമേ യൂണിവേഴ്സ് നമ്മളോടൊപ്പം ഉണ്ടാവുള്ളൂ. ഒരിക്കലും ഒരു നെഗറ്റീവ് കാര്യങ്ങൾക്ക് നമുക്ക് യൂണിവേഴ്സൽ എനർജിയുടെ സപ്പോർട്ട് തേടാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് യൂണിവേഴ്സ് വിസ്ഡം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത് ഡിവൈൻ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ആയിരിക്കണം. അങ്ങനെ നിങ്ങളെ അർപ്പിച്ചുകൊണ്ട്, പ്രപഞ്ചത്തിന് അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ, ഇവിടെ ഇത് കണ്ടോ ഇത്രയും കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. നോക്കിയേ, പവർഫുൾ എനർജി, ഡ്രിവൺ പാഷൻ, ഈ 2 കാർഡുകളെയും സൂചിപ്പിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ നല്ലൊരു ഇത് കണ്ടില്ലേ, ഇവിടെ മയിൽ വന്ന് നിൽക്കുകയാണ്. കൃഷ്ണൻ ഇവിടെ ഓടക്കുഴൽ വായിക്കുമ്പോൾ പ്രകൃതിയോട് ഇണങ്ങിയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ സിറസ്, നർച്ചർ വന്നിരിക്കുന്നത്. അങ്ങനെ എല്ലാമായിട്ടൊരു പൊരുത്തം ഇവിടെ ഈ എനർജിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ റീഡിങ്ങിൽ വന്നിരിക്കുന്ന മെസ്സേജസ്, ഗൈഡൻസ്, നിങ്ങളത് പാലിച്ചാൽ നിങ്ങൾക്ക് വളരെ ഗുണപരമായിരിക്കും എന്നുള്ളതാണ്. പൊതുവായ ഫലത്തോടുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് 2 ഓപ്ഷനുകൾ നിങ്ങളുടെ മുന്നിലുണ്ടാവാം. ചതികൾ ചുറ്റിനും ഉണ്ടാവാം. പക്ഷേ സ്ത്രീകളുടെ സംരക്ഷണമോ അങ്ങനെ ഒരു എനർജിയോ, നിങ്ങൾ സ്ത്രീകളാവുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള സ്ത്രീകളുടെയോ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകളുടെയോ ഒക്കെ ഒരു പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് ഗുണപരമായി മാറുന്നതാവാം. സഹായം നിങ്ങൾക്ക് പുറത്തുനിന്ന് ലഭിക്കും. കൂടെയുള്ള ആളുകൾ ചതിക്കാൻ ശ്രമിച്ചാൽ ആ ചതിയെ കണ്ടറിഞ്ഞ് നിങ്ങൾ പെരുമാറണം. തർക്കത്തിലേക്ക് പോകരുത്. മാർസ് തർക്കം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു എനർജിയാണ്. പക്ഷെ അതിവിടെ നിൽക്കുന്നത് 5ാം ഭാവത്തിലായതുകൊണ്ട് നിങ്ങളത് ഒരു നർച്ചറിങ് രീതിയിൽ ആ എനർജി കൈകാര്യം ചെയ്തു പോയാൽ, എന്തൂസിയാസത്തോടുകൂടി മുന്നോട്ട് നിങ്ങൾ പോയാൽ എന്തായാലും നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക എന്നതാണ് അവിട്ടം നക്ഷത്രത്തിന് ഇവിടെ ലഭിച്ചിരിക്കുന്ന മെസ്സേജ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കുംഭം രാശിക്കാരുടെ പൊതുഫലമാണ്, വിഷുഫലമാണ്. അക്വേറിയസ് സോഡിയാക് സൈനായിട്ടുള്ള ആളുകൾക്ക്, കുംഭം രാശിക്കാർക്ക് എന്തായിരിക്കും പൊതുവായ വിഷു ഫലം എന്നതാണ് നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് നമ്മൾ 5 കാർഡ് സ്പ്രെഡാണ് എടുക്കുന്നത്. പൊതുവായിട്ടുള്ള എനർജി എന്താണെന്ന് നോക്കിയതിന് ശേഷം ഈ രാശിയിലെ ഓരോ നക്ഷത്രങ്ങളായിട്ട് എടുത്ത് അതിൻ്റെ എനർജി കൂടി നമ്മൾ നോക്കും. 9 of Wands, High Priestess, Lovers, Ace of Swords, 2 of Wands. കുംഭം രാശിക്കാരുടെ പൊതുഫലം, അക്വേറിയസിന്റെ പൊതുവായ എനർജി എന്ന് പറയുന്നത് കൊളാബറേഷൻ ആണ്. അക്വേറിയസ് പൊതുവായിട്ടുള്ള എനർജി ഇവിടെ വന്നിരിക്കുന്നത് ആഴമേറിയ ചിന്തകളും അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും എടുക്കാനുള്ള ഒരു സാഹചര്യം ഈ വിഷുക്കാലത്തുണ്ടാകും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ലക്ഷ്യത്തിന് തൊട്ടടുത്തെത്തി നിൽക്കുന്നു. മുൻകാലങ്ങളിലെ കഠിനാധ്വാനം നിങ്ങളെ അല്പം തളർത്തിയിട്ടുണ്ടാകാമെങ്കിലും അവസാനവട്ട പരിശ്രമം കൂടി നടത്തിയാൽ വിജയം ഉറപ്പാണ്. പ്രതിസന്ധികളെ നേരിടാൻ തയ്യാറെടുത്ത് സജ്ജമായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. ഹൈ പ്രീസ്റ്റസ് നിഗൂഢവും എന്നാൽ ആന്തരികമായ ജ്ഞാനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. പുറം ലോകത്തെ ബഹളങ്ങളെക്കാൾ നിങ്ങളുടെ ഉള്ളിലെ ശബ്ദത്തിന്, നിങ്ങളുടെ ഇൻറ്റ്യൂഷന് ചെവി കൊടുക്കേണ്ട സമയമാണിത്. ചില കാര്യങ്ങൾ ഇപ്പോൾ രഹസ്യമായി വെക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിന്നുള്ള സൂചനകൾ ശരിയായ വഴി കാണിച്ചു തരും. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നിങ്ങളൊരു ബൗണ്ടറി ഇട്ടിട്ടാണ്, ഒരു അതിര് കാത്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. എല്ലാവർക്കും ഒന്നും അറിയില്ല, അതങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. ലവേഴ്സ്, ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട 2 മേജർ ആർക്കാന കാർഡ്സാണ് ഒരുമിച്ച് വന്നിരിക്കുന്നത്. അത് തന്നെ വളരെ പോസിറ്റീവ് എനർജിയാണ്. ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് വരാം. അത് പ്രണയബന്ധത്തിലോ അല്ലെങ്കിൽ ദാമ്പത്യ ബന്ധത്തിലോ ബിസിനസ്സിലോ ഒക്കെ ആവാം. ഹൃദയവും ബുദ്ധിയും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ നിങ്ങളോട് ഈ കാർഡ് ആവശ്യപ്പെടുന്നുണ്ട്. ഏസ് ഓഫ് സോർട്സ് എന്ന് പറയുന്നത് ആശയക്കുഴപ്പങ്ങൾ മാറി ചിന്തകളിൽ വലിയൊരു വ്യക്തത ഈ സമയത്ത് ഉണ്ടാകുമെന്നാണ്. പുതിയൊരു പ്രൊജക്റ്റോ ആശയമോ തുടങ്ങാൻ പറ്റിയൊരു സമയമാണ് വരുന്നത്. സത്യസന്ധമായ സംസാരത്തിലൂടെ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചേക്കും. ഇത് 2 of Wands എന്ന് പറയുന്നത് ഭാവിയിലേക്കുള്ള ആസൂത്രണം സൂചിപ്പിക്കുന്ന കാർഡാണ്. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ലോകത്തെ കീഴടക്കാനുള്ള ആഗ്രഹവും ദീർഘവീക്ഷണവും ഈ സമയത്ത് നിങ്ങൾക്കുണ്ടാകും. നിലവിലുള്ള സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് മാറാനോ യാത്രകൾ ചെയ്യാനോ ഉള്ള ഒരു ആലോചനകൾ ഈ സമയത്ത് നിങ്ങൾ നടത്തിയേക്കാം എന്നുള്ളതാണ് പൊതുവായിട്ട്. അതായിരിക്കും വിഷുഫലമായിട്ട്
കുംഭം രാശിയിൽപ്പെട്ട അല്ലെങ്കിൽ അക്വേറിയസ് സോഡിയാക് സൈൻ ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു എനർജി ആയിട്ട് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ നക്ഷത്രങ്ങളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം അവിട്ട നക്ഷത്രത്തിന്റെ അവസാന പകുതി 3-4 പാദങ്ങളാണ് നോക്കാൻ പോകുന്നത്. അവിട്ടം നക്ഷത്രത്തിന്റെ 3-4 പാദങ്ങൾ, കുംഭം രാശിയിൽ വരുന്ന അവിട്ടം നക്ഷത്രക്കാരുടെ എനർജി. മാർസ് കാര്യമായിട്ടുണ്ട് കേട്ടോ. ഈ വിഷുക്കാലത്ത് എനർജി ആയിട്ട് മാർസിന്റെ ഒരു എഫക്റ്റ് സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ഏത് ഭാവത്തിലായിരിക്കും വരുന്നത്? 8th ഹൗസ്, 8ാം ഭാവത്തിലാണ് ചൊവ്വ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ടെൻഷൻ. ഈ അവിട്ടം നക്ഷത്രക്കാർക്ക് അവിട്ടം നക്ഷത്രത്തിന്റെ തന്നെ അധിപനായിട്ടുള്ള ചൊവ്വയുടെ എനർജി വരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആത്മബലത്തെ സൂചിപ്പിക്കുന്നതാണ്. ഈ ഊർജ്ജം വളരെ തീക്ഷ്ണമായിട്ടുള്ള ഇന്റൻസ് ആയിട്ടുള്ള എനർജിയാണ്. കാര്യങ്ങൾ വേഗത്തിൽ നടക്കണമെന്നൊരു വാശി ഈ സമയത്ത് നിങ്ങളിൽ ഉണ്ടായേക്കാം. 8ാം ഭാവത്തിൽ വന്നിരിക്കുന്നത് കൊണ്ട്, 8ാം ഭാവം ട്രാൻസ്ഫോർമേഷന്റെ അതേപോലെ നിഗൂഢതകളുടെ കാർഡാണ്. ഇവിടെ നോക്കൂ, മറ്റൊരു നിഗൂഢതയുമായി ബന്ധപ്പെട്ട കാർഡ് ഹൈ പ്രീസ്റ്റസ് എനർജി വന്നിട്ടുണ്ട്. അതായത് എന്തോ ഒരു മറച്ചുവെക്കപ്പെട്ട ചില കാര്യങ്ങൾ, എന്തോ ഒരു രൂപാന്തരം, ട്രാൻസ്ഫോർമേഷൻ, അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. എന്തോ ഒന്ന് നിങ്ങളിൽ നിന്ന് മറച്ചു വച്ചിരിക്കുന്നത് ഉണ്ട്. അത് ആ സമയത്ത് പ്രപഞ്ചം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ഇപ്പോൾ നമ്മളോട് പറയുന്നില്ല, മിസ്റ്ററി ആയിട്ടാണ് നിൽക്കുന്നത്. ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില മാറ്റങ്ങൾ ഈ വിഷുക്കാലത്ത് ഉണ്ടായേക്കാം. പഴയ രീതികൾ ഉപേക്ഷിച്ച് പുതിയ ഒരാളായി തന്നെ മാറാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വന്നു ചേരും. അത് പൈതൃക സ്വത്തോ ഇൻഷുറൻസോ സംബന്ധിച്ച കാര്യങ്ങൾ ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടേക്കാം എന്നൊരു സൂചന ഈ കാർഡ് നൽകുന്നുണ്ട്. ഇവിടെ ഇത് അതിന് വലിയൊരു അടിത്തറയുണ്ട് കേട്ടോ. കാരണം ഇവിടെ ഈ 9 ഓഫ് വാൻസിൽ ഒരു വീട് കാണുന്നതുണ്ടോ? നല്ലൊരു കാവല് നിൽക്കുന്ന പോലെയാണ്. അതായത് എന്തോ ഒരു പൈതൃകമായൊരു സ്വത്തിന് കാവല് നിൽക്കുന്ന ഒരു എനർജി, നിഗൂഢമായൊരു എനർജി നിങ്ങളോടൊപ്പം ഉണ്ട്. അത് തന്നെയാണ് 8ാം ഭാവം കാണിക്കുന്നത്. മാർസ് 8ാം ഭാവത്തിൽ വരുമ്പോൾ അത് നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടും. ഒരു പിരിമുറുക്കം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ചൊവ്വ നേരിട്ട് നൽകുന്ന ഫലമാണ് ഈ ടെൻഷൻ. അനാവശ്യമായ ഭയമോ ദേഷ്യമോ അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ഒരു ഉത്കണ്ഠയൊക്കെ അത് ചൊവ്വയുടെ ഒരു എനർജിയാണ്. ശാരീരികമായ ക്ഷീണം അനുഭവപ്പെടാം, അതുപോലെ മനസ്സിന് അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളത് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ദേഷ്യവും ആവേശവും നിങ്ങൾ നിയന്ത്രിക്കണം. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നത് ഈ സമയത്ത് കൂടുതൽ ടെൻഷൻ, പിരിമുറുക്കം നിങ്ങൾക്കുണ്ടാക്കിയേക്കും. അതുപോലെ വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ വിഷുക്കാലത്ത് നിങ്ങൾക്ക് കൃഷ്ണൻ നൽകുന്ന സന്ദേശം എന്ന് നോക്കാം. യൂണിവേഴ്സൽ മെസ്സേജ് ആയിട്ട് സ്വീകരിക്കേണ്ട ആളുകൾ അങ്ങനെ എടുക്കാം. അൺഡിസ്റ്റർബ്ഡ്, കാംനെസ്, അൺടച്ച്ഡ് ബൈ ഔട്ടർ സ്റ്റോംസ്. പുറത്ത് എന്ത് കാര്യങ്ങൾ നടന്നോട്ടെ, നിങ്ങൾ ഇവിടെ മാർസ് നൽകുന്ന എനർജിയുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് ശാന്തമായിട്ട് തന്നെ അതിനെ കൈകാര്യം ചെയ്യണം. പെട്ടെന്ന് ഡിസ്റ്റർബ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കണം. ആ ചൊവ്വ ക്രിയേറ്റ് ചെയ്യുന്ന ടെൻഷനിൽ നിന്ന് നിങ്ങളൊന്ന് അകന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്, അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് നിൽക്കാൻ, സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കണം എന്നുള്ളതാണ് കൃഷ്ണൻ നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം. അപ്പോൾ നമുക്ക് അടുത്ത നക്ഷത്രം ചതയത്തിലേക്ക് പോവാം. നമുക്ക് ചതയം നക്ഷത്രക്കാർക്ക്, കുംഭം രാശിയിലെ ചതയം നക്ഷത്രക്കാർക്ക് എന്ത് എനർജിയാണ് വിഷുക്കാലത്തുണ്ടാവുക? യുറാനസിന്റെ മാറ്റത്തിന്റെ എനർജിയാണ്. ഏത് ഭാവത്തിലാണ് അത് വരുന്നത്? 5th ഹൗസ്. എന്ത് കാര്യമാണ് നിങ്ങളോട് ശ്രദ്ധിക്കാൻ യൂണിവേഴ്സ് പറയുന്നത്? ട്രാൻസിറ്റ്, ക്ലൈമറ്റ്. ഒരു മെസ്സേജ് കൊണ്ട് എടുക്കണ്ടേ, ഒരെണ്ണം കൂടി തോന്നുന്നു. ജൂണോ, പാർട്ട്ണർഷിപ്പ്. ഓക്കെ, ചതയ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് വിപ്ലവകരമായ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്ന കാർഡുകളാണ്. അതായത് യുറാനസ് എന്ന് പറയുന്ന ഗ്രഹം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. അതായത് മാറ്റങ്ങളുടെയും ആധുനികതയുടെയും ഗ്രഹമാണ് യുറാനസ്. ചതയ നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ തികച്ചും വ്യത്യസ്തമായ ചിന്താഗതികൾ ഉണ്ടാവും. മുൻപത്തെ രീതികളിൽ നിന്നും മാറി
പുതിയ എന്തെങ്കിലും പരീക്ഷിക്കാൻ, ഇന്നോവേഷൻസ് ഒക്കെ നടത്താൻ നിങ്ങൾ താല്പര്യപ്പെടും. അപ്രതീക്ഷിതമായ തിരിച്ചറിവുകൾ ഈ സമയം ഉണ്ടായേക്കാം. അത് 5-ാം ഭാവത്തിൽ വരുമ്പോൾ സർഗാത്മകത, ബുദ്ധി, വിദ്യാഭ്യാസം, പ്രണയം, കുട്ടികൾ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട ഭാവമാണ്. നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകൾ ലോകത്തിന് മുന്നിൽ പ്രകടിപ്പിക്കാനായിട്ട് അവസരം ലഭിച്ചേക്കും നിങ്ങൾക്ക് എന്നുള്ളതാണ് ഇവിടെ. അതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവാം അത്തരം എനർജിയിൽ. പുതിയ കാര്യങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിൽ പ്രയോഗിക്കാനും ഈ സമയം നല്ലതാണ്. പ്രണയബന്ധങ്ങളിൽ പുതിയൊരു ഉണർവ് പ്രതീക്ഷിക്കാം. അതുപോലെ കുട്ടികളുമായിട്ടുള്ള കാര്യങ്ങളിൽ കുട്ടികൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാവാം. ഒരു മാറ്റം നിങ്ങൾക്ക് അതുവഴി ഉണ്ടാവുന്നതാവാം. ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങൾ. ഒരു കാലാവസ്ഥ മാറുന്ന പോലെ നിങ്ങളുടെ ചുറ്റുപാടുകളിലും മാറ്റങ്ങൾ സംഭവിക്കാം. അത് പുതിയൊരു ജോലിയിലേക്കോ അല്ലെങ്കിൽ പുതിയൊരു ജീവിത രീതിയിലേക്കോ ഉള്ള മാറ്റമാകാം. അതിൽ പ്രധാനമായിട്ടും പങ്കാളിത്തത്തെയും വിവാഹബന്ധത്തെയും സൂചിപ്പിക്കുന്ന ഒരു പോയിന്റാണ് ഇവിടെ അതിനോടനുബന്ധമായിട്ട് വന്നിരിക്കുന്നത്, പാർട്ട്ണർഷിപ്പ്. അപ്പോൾ അതുവഴി ഉണ്ടാകുന്ന, അതായത് നിങ്ങളുടെ പങ്കാളിയുമായി ചേർന്ന് പുതിയ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും അവരുടെ പിന്തുണയോടെ മുന്നേറാനും ഒക്കെ സാധിക്കും. പക്ഷെ അങ്ങനെ പുതിയ പങ്കാളിത്തം വരുമ്പോൾ, ബിസിനസ്സിലായിക്കോട്ടെ വ്യക്തി ജീവിതത്തിലായിക്കോട്ടെ, അങ്ങനെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനോടൊന്ന് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടായേക്കാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു ശരിയായ രീതിയിൽ വലിയ ഉലച്ചിലുകളില്ലാതെ ഒരു പൊരുത്തപ്പെടൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവണം. പുതുമയെ സ്വീകരിക്കാൻ തയ്യാറാവണം. ജീവിതത്തിൽ സംഭവിക്കുന്ന അപ്രതീക്ഷിതമായ മാറ്റങ്ങളെ ഭയപ്പെടാതെ അവയെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊതുവിൽ നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. നിങ്ങളുടെ പങ്കാളിയുമായിട്ട് ആശയവിനിമയം ശക്തമാക്കുന്നത് ഈ മാറ്റങ്ങളെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ നിങ്ങളെ സഹായിക്കുമെന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ വിഷുക്കാലത്ത് കൃഷ്ണൻ നൽകുന്ന സന്ദേശം എന്ന് നോക്കാം. ടോളറൻറ്റ്, ക്ഷമ കാണിക്കുക എന്നുള്ളതാണ്. പേഷ്യൻസ്, ആക്സെപ്റ്റൻസ് ആൻഡ് ഇന്നർ പീസ്. കണ്ടോ, ഒരു പങ്കാളിയുമായിട്ട്, അത് നിങ്ങൾ വിദ്യ നേടുന്ന കാര്യം പറഞ്ഞു, എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു, മുതിർന്ന ആളുകളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നത് പറഞ്ഞു. ഒരു കൊളാബറേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പോൾ ചേർന്ന് പ്രവർത്തിക്കുക, ക്ഷമ കാണിക്കുക എന്നതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന സന്ദേശം. അപ്പോൾ നമുക്ക് അടുത്ത നക്ഷത്രമായിട്ടുള്ള കുംഭം രാശിയിലെ അവസാന നക്ഷത്രമായിട്ടുള്ള പൂരുരുട്ടാതി ആദ്യത്തെ 3 പാദങ്ങൾ നമുക്ക് നോക്കാം. പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യ 3 പാദത്തിൽ വരുന്ന ആളുകൾക്ക് എന്ത് എനർജിയാണ് ഈ വിഷുക്കാലത്ത് ഉണ്ടാവുക? മെർക്കുറി ഏത് ഭാവത്തിലാണ് മെർക്കുറിയുടെ സ്വാധീനം വരിക? 6th ഹൗസ്, 6ാം ഭാവമാണല്ലോ. എന്ത് കാര്യം ശ്രദ്ധിക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്? ഡിഗ്നിഫൈഡ്. ഈ എനർജീസ് ഒക്കെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് നമ്മുടെ വിഷുഫലം എടുക്കുമ്പോൾ. ഈ പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യത്തെ 3 പാദങ്ങൾ വരുന്ന ആളുകൾക്ക് അതീവ ശ്രദ്ധയും ബുദ്ധിപരമായ വ്യക്തതയും ലഭിക്കുന്ന ഒരു കാലമായിരിക്കും ഈ വരാൻ പോകുന്നത്. അതായത് ബുധൻ 6ാം ഭാവത്തിൽ ബലവാനായിട്ട്, ഡിഗ്നിഫൈഡ്, ായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നാണ് ഇവിടെ നമുക്ക് പൊതുവായി കിട്ടുന്ന എനർജി. ഇവിടെ ബുദ്ധിയുടെയും ആശയവിനിമയത്തിന്റെയും ഗ്രഹമാണല്ലോ ബുധൻ. അപ്പോൾ നിങ്ങളുടെ ആ എനർജി നിങ്ങളിൽ നിൽക്കുമ്പോൾ ഒരു തർക്കങ്ങളിൽ അല്ല എന്ത് കാര്യങ്ങളിലും വിജയിക്കാൻ, കാര്യങ്ങൾ യുക്തിസഹമായി വിശകലനം ചെയ്യാനും ഈ സമയം നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ വാക്കുകൾക്ക് കൃത്യതയും വ്യക്തതയും ഉണ്ടാവും. 6ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അവിടെ 6ാം ഭാവം എന്ന് പറയുന്നത് ജോലി, ആരോഗ്യം, മത്സരങ്ങൾ, ശത്രുക്കൾ എന്നിവയെ സൂചിപ്പിക്കുന്നതാണ്. ജോലിസ്ഥലത്തെ വെല്ലുവിളികളെ ബുദ്ധിപൂർവ്വം മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും ഇത് അനുകൂലമായ സമയമാണ്. ശത്രുക്കളുടെ നീക്കങ്ങളെ നിങ്ങൾക്ക് മുൻകൂട്ടി തിരിച്ചറിയാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ബുധൻ വളരെ ശക്തനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനർത്ഥം നിങ്ങളുടെ തീരുമാനങ്ങൾ തെറ്റുകയില്ല പൊതുവിൽ. പക്ഷേ സാമ്പത്തികമായ ആസൂത്രണങ്ങൾക്കും നിയമപരമായ കാര്യങ്ങൾക്കും അതെല്ലാം കൈകാര്യം ചെയ്യാനുള്ള ഒരു കരുത്തും നിങ്ങളെ സഹായിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകാൻ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കാൻ, കൃത്യമായ ചിട്ടകൾ പാലിക്കാനൊക്കെ നിങ്ങൾക്ക് പൊതുവിൽ സാധിക്കും. ആ ഒരു ശ്രദ്ധ നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട് എന്നുകൂടിയാണ് ഇവിടെ നൽകുന്ന സൂചന. അപ്പോൾ പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യ 3 പാദം വരുന്ന കുംഭം രാശിയിൽപ്പെടുന്ന ആളുകൾക്ക് എന്താണ് കൃഷ്ണന്റെ മെസ്സേജ്? സ്റ്റഡി. എന്ത് കാര്യം വന്നാലും കുലുങ്ങാതെ നിൽക്കുക, ഉറച്ചു നിൽക്കുക എന്നതാണ് ഇവിടെ പറയുന്നത്.
എന്ത് കാര്യം നിങ്ങളെ നേരിടാൻ ഏത് ശത്രുക്കൾ വന്നാലും അതിനെ ഉറച്ചു നിന്ന് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്ന ബുധൻ്റെ എനർജി നിങ്ങളോടൊപ്പം ഉണ്ട്. കരുത്തോടു കൂടി ശക്തമായിട്ട് അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കുലുങ്ങാതെ നിൽക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് പൊതുവിൽ യൂണിവേഴ്സൽ എനർജി ആയിട്ടും കൃഷ്ണൻ്റെ മെസ്സേജ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ കുംഭം രാശി നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തതായിട്ട് അവസാന രാശിയായിട്ടുള്ള മീനം രാശിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മീനം രാശിയുടെ പൊതുഫലത്തിനായിട്ടുള്ള കാർഡുകളും അതിൽ വരുന്ന ഓരോ നക്ഷത്രങ്ങളെ പറ്റിയും ആണ് നമ്മളിനി നോക്കേണ്ടത്. മീനം രാശിക്കാർക്ക് പൈസിസ് സോഡിയാക് സിംബലായിട്ടുള്ള ആളുകൾക്ക് ഉള്ള പൊതുവായ വിഷുഫലം എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഇതുവരെ ചെയ്തതുപോലെ 5 ടാരോ കാർഡ്സ് എടുത്ത് പൊതുവായിട്ടുള്ള ഫലം നമ്മൾ നോക്കും. അതിനുശേഷം ഓരോ നക്ഷത്രത്തിൻ്റെയും സ്പെസിഫിക് ആയിട്ടുള്ള എനർജിയും നമ്മൾ ഇത് കൂടാതെ നോക്കുന്നതായിരിക്കും. നയൻ ഓഫ് കപ്സ് വിഷ് കാർഡാണ്. പേജ് ഓഫ് വാണ്ട്സ്, 9 ഓഫ് വാണ്ട്സ്, 7 ഓഫ് സ്വോർഡ്സ് ആൻഡ് എംപറർ. ഇവിടെ മീനരാശിക്കാരുടെ ഒരു പൊതുഫലം എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണമാണ്. എന്നാൽ അതേസമയം ഒരു ജാഗ്രത നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ദീവജാഗ്രത നിങ്ങൾ പാലിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട് നിൽക്കുന്നത് മീനൻ രാശിക്കാർക്ക് ഏറ്റവും സന്തോഷകരമായി വരുന്ന ഊർജം എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്നൊരു കാര്യം ഈ സമയത്ത് എന്തായാലും സഫലമാകും. മനസ്സിന് വലിയ സംതൃപ്തിയും സമാധാനവും അനുഭവപ്പെടുന്ന ഒരു കാലമായിരിക്കും ഈ വിഷുക്കാലം. നിങ്ങൾക്ക് പുതിയ ആശയങ്ങൾ നിങ്ങളിലേക്ക് വരാനോ പുതിയ കാര്യങ്ങൾ പഠിക്കാനോ വിദേശയാത്രയ്ക്കോ പുതിയ തൊഴിലവസരങ്ങൾക്കുള്ള താല്പര്യം നിങ്ങളിൽ വർദ്ധിക്കും. ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ പുതിയ പ്രൊജക്റ്റുകൾ നിങ്ങൾ ഏറ്റെടുക്കുന്ന സമയമായിരിക്കും ഈ വരുന്നത്. നല്ലൊരു യങ് എനർജി ആയിരിക്കും. ലക്ഷ്യത്തിലെത്താൻ കുറച്ച് പ്രതിസന്ധികൾ നിങ്ങൾക്ക് തരണം ചെയ്യേണ്ടി വന്നേക്കാം. നിങ്ങൾക്ക് മുൻപ് നേരിട്ട തിരിച്ചടികൾ നിങ്ങളെ തളർത്തിയിട്ടുണ്ടാകാം. എങ്കിലും പിന്മാറാതെ ഉറച്ചു നിൽക്കാൻ ഈ കാർഡ് ആവശ്യപ്പെടുന്നു. വിജയം തൊട്ടടുത്തുണ്ട്. വിജയം മാത്രമല്ല ചതിയും തൊട്ടടുത്തുണ്ട്. 7 ഓഫ് സോർഡ്സ്. മുൻപുണ്ടായിരുന്ന ചതികൾ കാരണമായിരിക്കാം നിങ്ങളൊരു വലിയ പ്രതിരോധം തീർത്താണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ജാഗ്രത പാലിക്കാൻ, ജാഗ്രത തുടരാൻ നിങ്ങളോട് ഈ കാർഡുകൾ വ്യക്തമാക്കുന്നുണ്ട്. എല്ലാം നന്നായി നടക്കുമ്പോഴും ചുറ്റുമുള്ളവരിൽ നിന്ന് വഞ്ചനയോ ചതിയോ വരാതെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാർഡ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ രഹസ്യങ്ങൾ എല്ലാവരോടും പങ്കുവയ്ക്കാതിരിക്കുക. സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ് ഈ സമയത്ത്. അടുത്തത് മേജർ ആർക്കാന കാർഡായിട്ടുള്ള എംപറർ കാർഡാണ് അവസാനമായിട്ട് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അച്ചടക്കം, ഒരു ഡിസിപ്ലിൻ ഈ സമയത്ത് ഉണ്ടാകും. കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യാനും തീരുമാനങ്ങൾ നടപ്പിലാക്കാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ഫാദറിൽ നിന്നോ അല്ലെങ്കിൽ ഫാദർ ഫിഗേഴ്സിൽ നിന്നോ പിതാവിൽ നിന്നോ പിതൃതുല്യരായിട്ടുള്ള വ്യക്തികളിൽ നിന്നോ വലിയ പിന്തുണ നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിച്ചേക്കും എന്നുള്ളതാണ് മീനം രാശിക്കാർക്ക് പൊതുവായിട്ടുള്ള ഒരു എനർജി. ഭാഗ്യം കൂടെയുള്ള ഒരു എനർജിയാണ്. എന്തായാലും ആത്മവിശ്വാസത്തോടൊപ്പം ചെറിയ തോതിലുള്ള ജാഗ്രത എന്തായാലും നിങ്ങൾ പുലർത്തുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ കരുത്ത് എന്തായാലും നിങ്ങൾക്കുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു അതോറിറ്റി ആയിട്ട് നിങ്ങൾ നിൽക്കാനാണ് ഈ വിഷുക്കാലത്ത് സാധ്യത. അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് ഓരോ നക്ഷത്രങ്ങൾ കൂടി നോക്കാം. പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 4ാം പാദമാണ് നമ്മൾ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത്. പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ വരുന്ന ആളുകൾക്ക് എന്ത് എനർജിയാണ് ഈ വിഷുക്കാലത്ത് ഉണ്ടാവുക? മാർസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഏത് ഭാവത്തിലായിരിക്കും അത് ഉണ്ടാവുക? അത് വരിക 3rd ഹൗസ്, കമ്മ്യൂണിക്കേഷൻ. എന്ത് കാര്യം ശ്രദ്ധിക്കാനാണ് നിങ്ങളോട് പറയുന്നത്? ഡിഗ്നിഫൈഡ്, സ്ട്രെങ്ത്. ഇപ്പൊ മീനൻ രാശിയിലെ പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ 4ാം പാദത്തിൽ വരുന്ന ആളുകൾക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു ഊർജ്ജമാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ചൊവ്വ 3ാം ഭാവത്തിൽ ഡിഗ്നിഫൈഡ് ആയിട്ട് ബലവാനായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ചൊവ്വ എന്ന് പറയുന്നത് നമുക്കറിയാം പൊതുവിൽ ഈ വിഷുഫലത്തിൽ വളരെ കൂടുതലായിട്ട് വന്നിട്ടുള്ള ഒരു എനർജിയുമാണ്. നിങ്ങളത് കേട്ടിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ പലതവണ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും
പൂരട്ടാതി നക്ഷത്രത്തിന് ചൊവ്വ വരുമ്പോൾ വീര്യത്തിന്റെയും ധൈര്യത്തിന്റെയും പ്രതീകമാണ് ചൊവ്വ. അത് നിങ്ങളുടെ ഈ കാലയളവിലെ പ്രധാന ഊർജ്ജം അതായിരിക്കും. എന്തിനും ഏതിനും മുന്നിട്ടിറങ്ങാനുള്ള ആത്മവിശ്വാസം നിങ്ങൾക്കിത് നൽകും. മടി മാറ്റിവെച്ച് സജീവമാകാൻ ഈ കാര്യം നിങ്ങളെ പ്രേരിപ്പിക്കും. ഇത് 3-ാം ഭാവത്തിൽ വരുമ്പോൾ, 3-ാം ഭാവം എന്ന് പറയുന്നത് ധൈര്യം, ആശയവിനിമയം, സഹോദരങ്ങൾ, ചെറിയ യാത്രകൾ, കഴിവുകൾ എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ കൃത്യമായി അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് ഈ സമയത്ത് സാധിക്കും. സഹോദരങ്ങളിൽ നിന്നോ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ വലിയ പിന്തുണയും നിങ്ങൾക്ക് ഈ സമയം ലഭിച്ചേക്കാം. പുതിയ കഴിവുകൾ, സ്കിൽസ് വികസിപ്പിക്കാൻ ഈ സമയം വളരെ അനുയോജ്യമായിരിക്കും. അത് ഡിഗ്നിഫൈഡ് ആയിട്ട്, സ്ട്രെങ്തനായിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള അവസ്ഥയാണ്. ഇതിനർത്ഥം നിങ്ങളുടെ ധൈര്യം അനാവശ്യമായ വാശിയോ ദേഷ്യമായി മാറില്ല. സാധാരണ മാർസ് ഒരു സംഘർഷാവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. ഇതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബായിരിക്കും. തടസ്സങ്ങളെ ഭയപ്പെടാതെ നേരിടാനും അതിൽ വിജയിക്കാനും ഈ കരുത്ത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ആ ഒരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബോധപൂർവമായിട്ടൊരു ശ്രമം നടത്തേണ്ടതായിട്ടുണ്ട്. സംസാരങ്ങൾ, തർക്കങ്ങളിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല. അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ കർമ്മത്തിൽ വിശ്വസിക്കുക, നിങ്ങളുടെ കഴിവിൽ വിശ്വസിച്ച് ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. സംസാരത്തിലും പ്രവൃത്തിയിലും ആ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാകും. യാത്രകളിലൂടെ പുതിയ അറിവുകൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു നിർദ്ദേശമാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ വിഷുക്കാലത്ത് എന്താണ് നിങ്ങൾക്ക് കൃഷ്ണൻ നൽകുന്ന നിർദ്ദേശം? റെസ്പെക്റ്റ്ഫുൾ, ബഹുമാനപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നാണ്. ആഴത്തിലുള്ള ഒരു റെസ്പെക്റ്റ് സഹജീവികളോട്, എല്ലാവരോടും, എല്ലാ കാര്യത്തിലും ആ ഒരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്ത് ആ ഒരു ആത്മബലത്തോടു കൂടി റെസ്പെക്റ്റ്ഫുള്ളായിട്ട് പെരുമാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക. പൊതുവായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഫലങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിലേക്കാണ് നിങ്ങൾ ഇത് കൊണ്ടെത്തിക്കാൻ പോകുന്നത്. ഒരു ചിട്ട നിങ്ങൾക്ക് എന്തായാലും വരാൻ പോകുന്നുണ്ട്. ഈ ചതി നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിട്ടുള്ളതാണ്. ഇനിയും അത് ജാഗ്രത പാലിക്കേണ്ട ഒരു കാര്യം അവശേഷിക്കുന്നുണ്ട്. നിങ്ങളത് കരുതലാണ്. ഒരു കുട്ടിയുടെ ഊർജ്ജത്തോടു കൂടി മുന്നോട്ട് ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു എനർജി നിങ്ങൾക്ക് എന്തായാലും ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. മാർസ് അത് നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ റെസ്പെക്റ്റ് കൈവിടാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഭഗവാൻ നൽകുന്ന നിർദ്ദേശം. അതാണ് നിങ്ങൾക്കുള്ള യൂണിവേഴ്സിന്റെ നിർദ്ദേശം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത നക്ഷത്രത്തിലേക്ക് കടക്കാം. മീനം രാശിയിലെ ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ എനർജിയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ എനർജി എന്തായിരിക്കും? നെപ്റ്റ്യൂൺ. 3 കാർഡാണ് കേട്ടോ വന്നത്. 3 കാർഡ് ഞാൻ എടുക്കുകയാണ് എന്തായാലും ഇവിടെ, കാരണം അത് ജമ്പേഴ്സായിട്ട് വന്നതാണ്. നെപ്റ്റ്യൂൺ, ജൂപ്പിറ്റർ, മെർക്കുറി. ഈ 3 എനർജീസിൻ്റെ സ്വാധീനം നിങ്ങൾക്ക് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വിഷുക്കാലത്തുണ്ടാവും. ഏത് ഭാവത്തിലായിരിക്കും ഈ ഒരു എനർജികൾ സ്വാധീനം ചെലുത്തുക? ജമ്പേഴ്സാണല്ലോ മൊത്തത്തിൽ നിങ്ങൾക്ക് 4th ഹൗസിലായിരിക്കും. ഹോം ആണ് 4th ഹൗസ് എന്ന് പറയുന്നത്. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഈ സമയത്ത് എന്ത് ശ്രദ്ധിക്കാനാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്? അലയൻസിന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം. അത് ശ്രദ്ധിക്കാനാണ് പറയുന്നത്. നോക്കാം. ഇവിടെ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അതീവ ഭാഗ്യകരമായ അതുപോലെ തന്നെ സവിശേഷവുമായിട്ടുള്ള ഒരു എനർജിയാണ് ലഭിച്ചിരിക്കുന്നത്. നെപ്റ്റ്യൂൺ, വ്യാഴം, ബുധൻ എന്നീ 3 ഗ്രഹങ്ങളുടെ സാന്നിധ്യം 4-ാം ഭാവത്തിൽ അനുഭവപ്പെടും എന്ന് പറയുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് മാറാൻ പോകുന്നത്. നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത് നിങ്ങളുടെ സങ്കല്പങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വലിയൊരു മാനം നൽകുന്ന ഒരു ഗ്രഹമാണ്. ആത്മീയമായ ഉണർവും അവബോധവും നെപ്റ്റ്യൂൺ നിങ്ങൾക്ക് നൽകുമ്പോൾ, വ്യാഴം ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഗ്രഹം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് വലിയ തോതിലുള്ള സംരക്ഷണവും വിവേകവും ഈ സമയത്ത് നൽകും. മെർക്കുറി ബുദ്ധിപരമായ വ്യക്തതയും ആശയവിനിമയ പാഠവും നൽകും. എനിക്ക് തോന്നുന്നു വിഷുക്കാലത്ത് ഏറ്റവും കൂടുതൽ ഭാഗ്യം ലഭിക്കുന്നത് ഈ ഒരു എനർജിയുടെ അടിസ്ഥാനത്തിൽ ഉത്രട്ടാതി നക്ഷത്രത്തിനാണെന്ന് തോന്നുന്നു. അത് വരുന്നത് 4-ാം ഭാവത്തിൽ. 4-ാം ഭാവം എന്ന് പറയുമ്പോൾ കുടുംബം, സന്തോഷം, വീട്, പിന്നെ അമ്മ, പിന്നെ വാഹനങ്ങൾ എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. ഇതൊക്കെ നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത്രയും ശുഭഗ്രഹങ്ങളുടെ ഊർജ്ജം വരുന്നത് കുടുംബത്തിൽ വലിയ സന്തോഷവും സമാധാനവും കൊണ്ടുവരുമെന്നാണ് സൂചിപ്പിക്കുന്നത്. പുതിയ വീട് വാങ്ങാനോ അല്ലെങ്കിൽ ഗൃഹ ഉപകരണങ്ങൾ വാങ്ങാനോ വാഹനം വാങ്ങാനോ അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അതൊക്കെ സാധ്യമാകുന്ന, ആ ആഗ്രഹങ്ങൾ സഫലമാകുന്ന ഒരു എനർജിയാണ് ഇവിടെ. എന്തായാലും ആഗ്രഹപൂർത്തീകരണത്തിന്റെ കാർഡാണ്. അതിനോടൊപ്പം തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. അമ്മയിൽ നിന്നുള്ള സ്നേഹവും പിന്തുണയും ഒക്കെ വലിയൊരു ആശ്വാസമാകുന്ന ഒരു സമയമായിരിക്കും ഇത്. ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നത്
സഹകരണം, സഖ്യത്തിന്റെ കാര്യത്തിലാണ്, അലയൻസ്, കുടുംബാംഗങ്ങളുമായിട്ടുള്ള ശക്തമായ ബന്ധം ഈ സമയത്തുണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഈ സമയം നിങ്ങൾ നിൽക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത് ബിസിനസ്സിലായാലും തൊഴിലിലായാലും നല്ലൊരു പങ്കാളിയെയോ സഖ്യത്തെയോ ഒക്കെ ഈ സമയത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട്. അത് സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ ഉളവാക്കുന്ന തരത്തിൽ നിങ്ങൾ ഐശ്വര്യവും പ്രിയപ്പെട്ടവരുടെ സഹകരണവും കുടുംബത്തിലെ ഐശ്വര്യവും എല്ലാം ഈ വിഷുക്കാലത്ത് നിങ്ങൾക്ക് നൽകുന്നൊരു വലിയ വിഷുസമ്മാനമായിരിക്കും. നിങ്ങൾ കാണിക്കേണ്ടത്, തിരിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് നന്ദിയുള്ളവരായിരിക്കുക, സ്നേഹത്തോടെ എല്ലാവരെയും ചേർത്ത് നിർത്തുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെയുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങൾക്കുണ്ടാകുമ്പോഴും എല്ലാവരോടും വെളിപ്പെടുത്താതിരിക്കുക. കാരണം ചുറ്റുമുള്ളവരെ എല്ലാവരെയും വിശ്വസിക്കാതിരിക്കുക എന്നുള്ളൊരു നിർദ്ദേശം ഇവിടെയുണ്ട്. എന്താണ് ഈ വിഷുക്കാലത്ത് നിങ്ങൾക്ക് കൃഷ്ണൻ നൽകുന്ന മെസ്സേജ് എന്ന് നോക്കാം. അൺഡിസ്റ്റർബ്ഡ്. നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആവാതിരിക്കുക. എന്ത് തന്നെ ഉണ്ടായിക്കോട്ടെ, നല്ല കാമായിട്ട്, ഒന്നും ബാധിക്കാത്ത തരത്തിൽ, എന്ത് കൊടുങ്കാറ്റ് പുറത്തുണ്ടായാലും അത് നിങ്ങളെ ബാധിക്കാത്ത തരത്തിൽ നല്ല രീതിയിൽ, നല്ല എനർജിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഭഗവാൻ കൃഷ്ണൻ അതുപോലെ പ്രപഞ്ചം നൽകുന്ന സന്ദേശം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് രേവതി നക്ഷത്രത്തിൻ്റെ എനർജി കൂടി നോക്കാം. എന്താണ് രേവതി നക്ഷത്രക്കാർക്ക് ഈ വിഷുക്കാലത്ത് ഉണ്ടാകാൻ പോകുന്ന എനർജി? മൂൺ. രേവതി നക്ഷത്രക്കാർക്ക് മൂണാണ് വന്നിരിക്കുന്നത്. ഏത് ഭാവത്തിലാണ് മൂൺ എനർജിയുടെ സ്വാധീനം രേവതി നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക? 3rd ഹൗസ്, കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ പൊതുവായ ഒരു എനർജി ആയിട്ട് വരുന്നുണ്ട്. എന്ത് കാര്യമാണ് നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറയുന്നത്? എൻട്രൻസ്, അസെൻഡന്റ്. ഇവിടെ രേവതി നക്ഷത്രക്കാർക്ക് വളരെ ശാന്തവും എന്നാൽ പുതിയ തുടക്കങ്ങളെ സൂചിപ്പിക്കുന്നതുമായ ഊർജ്ജമാണ് ലഭിച്ചിരിക്കുന്നത്. മനസ്സിന്റെ അധിപനാണ് ചന്ദ്രൻ. ചന്ദ്രൻ 3ാം ഭാവത്തിൽ വരുന്നത് ഈ വിഷുകാലത്ത് നിങ്ങൾക്ക് സവിശേഷമായ ഫലങ്ങളാണ് നൽകാൻ പോകുന്നത്. ഇവിടെ മൂണിന്റെ എനർജി എന്ന് പറയുമ്പോൾ മനസ്സ്, വികാരം, സമാധാനം എന്നിവയെ സൂചിപ്പിക്കുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾ കൂടുതൽ വൈകാരികമായി കാര്യങ്ങളെ സമീപിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഭാവനയും അതുപോലെ സർഗാത്മകതയും ഒക്കെ ഉണരുന്ന ഒരു സമയമാണിത്. മറ്റുള്ളവരോട് കൂടുതൽ കരുണയോടെയും സ്നേഹത്തോടെയും കൂടിയൊക്കെ പെരുമാറാൻ നിങ്ങൾക്ക് ഈ സമയത്ത് ചന്ദ്രന്റെ എനർജി, മൂൺ എനർജി നിൽക്കുന്ന സമയത്ത് സാധിക്കും. 3ാം ഭാവം എന്ന് പറയുമ്പോൾ ആശയവിനിമയവും ധൈര്യവും സഹോദരഭാവവും അതുപോലെ ചെറിയ യാത്രകളൊക്കെ വരുന്നതാണ്. ചന്ദ്രൻ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ സംസാരത്തിലൊരു മാധുര്യവും ആകർഷണീയതയും ഉണ്ടാകും. ചെറിയ യാത്രകൾ നിങ്ങൾക്ക് മാനസികമായ ഉന്മേഷം നൽകും. അതുപോലെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാകാനാണ് ഈ സമയത്ത് സാധ്യത. എന്ത് കാര്യം ശ്രദ്ധിക്കാനാണ്? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എൻട്രൻസ്, അതായത് പുതിയ തുടക്കങ്ങളെയാണ്. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ പുതിയൊരു മാറ്റം സംഭവിക്കാനോ ജീവിതത്തിന്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കാനുള്ളൊരു സമയമാണ് വരാനിരിക്കുന്നത്. ഒരു പുതിയ ലോകത്തേക്ക് വാതിൽ ഓപ്പൺ ആവുന്നത് പോലെ, തുറക്കപ്പെടുന്നത് പോലെ ഭാഗ്യകരമായ അവസരങ്ങൾ നിങ്ങളെ നേടിയെത്തും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മനസ്സിന്റെ ശാന്തത, അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഉള്ളിലെ വികാരങ്ങളെ ശരിയായ രീതിയിൽ നിയന്ത്രിക്കുക. പുതിയ അവസരങ്ങൾ വരുമ്പോൾ അവയെ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം. കലയോ സാഹിത്യമോ പോലുള്ള മേഖലകളിൽ താല്പര്യമുള്ളവർക്ക് ഈ സമയം വളരെ മികച്ചതായിരിക്കും. അപ്പോൾ എന്താണ് രേവതി നക്ഷത്രക്കാർക്ക് ഈ വിഷുക്കാലത്ത് കൃഷ്ണൻ നൽകുന്ന മെസ്സേജ് എന്ന് നോക്കാം. Aversion to fault finding, seeing goodness without criticism. രേവതി നക്ഷത്രത്തിന് ലഭിച്ചിരിക്കുന്ന കൃഷ്ണന്റെ മെസ്സേജ് നമ്മുടെ റീഡിങ്ങിന് ഏറ്റവും അനുയോജ്യമായ ഒരു സമാപ്തിയാണ് നൽകിയിരിക്കുന്നത്, ഒരു കൺക്ലൂഷൻ. അതായത് കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കി നന്മയെ മാത്രം ദർശിക്കാനാണ് നിർദ്ദേശിക്കുന്നത്. മറ്റുള്ളവരിലോ സാഹചര്യങ്ങളിലോ ഉള്ള പോരായ്മകൾ തിരയുന്നതിന് പകരം അതിൻ്റെ പോസിറ്റീവായ വശങ്ങൾ കാണാൻ ഭഗവാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. രേവതി നക്ഷത്രക്കാർക്ക് ചന്ദ്രന്റെയും അതുപോലെ തന്നെ അസെൻഡന്റിന്റെ സ്വാധീനമുള്ളതുകൊണ്ട് ഈ ഒരു മനോഭാവം സ്വീകരിക്കുന്നത് ജീവിതത്തിന്റെ പുതിയ വാതിലുകൾ, പുതിയ എൻട്രൻസ് നിങ്ങൾക്ക് മുന്നിൽ തുറക്കാൻ കൂടുതൽ ആ ഒരു എനർജി നിങ്ങളെ സഹായിക്കും. ഈ ഒരു മനോഭാവം സഹായിക്കും. വിമർശനങ്ങളില്ലാത്ത സ്നേഹം മനസ്സിന് വലിയ സമാധാനം നൽകും. അത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിലും എല്ലാം നിങ്ങൾ അനാവശ്യമായ ആളുകളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ആളുകളിലെ നന്മയെ കാണുന്നതും അത് സംസാരിക്കുന്നതും ഒക്കെ പൊതുവിൽ നിങ്ങൾക്ക് ഗുണപ്പെടുന്ന രീതിയിലേക്കായിരിക്കും, നിങ്ങളെ ആളുകൾ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്കായിരിക്കും കൊണ്ടെത്തിക്കുക. ആ ഒരു എനർജിയാണ്, ആ ഒരു വൈബാണ് നിങ്ങൾ ഈ സമയത്ത് കീപ്പ് ചെയ്യേണ്ടത് എന്നാണ്
പൊതുവായിട്ട് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ 12 രാശികളുടെയും 27 നക്ഷത്രങ്ങളുടെയും സമ്പൂർണ്ണമായിട്ടുള്ള വിഷുഫല റീഡിങ്, ടാരോ റീഡിങ് ഇവിടെ പൂർത്തിയാക്കുകയാണ്. മേടം മുതൽ മീനം വരെയുള്ള യാത്രയിൽ ഓരോ നക്ഷത്രത്തിനും കൃത്യമായ വഴികാട്ടലുകൾ ലഭിച്ചിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് ഗൈഡൻസ് ആയിട്ട് നിന്നത് സ്റ്റാർ കോഡ് ആസ്ട്രോ ഒറാക്കിളും അതുപോലെ ഇമ്പീരിയൽ ടാരോ ഡെക്കും കൃഷ്ണൻ്റെ ഡിവൈൻ ഗൈഡൻസ് മെസ്സേജും ഒറാക്കിൾ ഡെക്കും ഒക്കെയാണ്. അപ്പോൾ പൊതുവിൽ 4 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ വിഷുഫലത്തിൻ്റെ റീഡിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും ഒക്കെ വിഷുഫലം എല്ലാ ഭാഗങ്ങളിലും നിന്നും ആവശ്യമായത് നിങ്ങൾ കാണണം, അഭിപ്രായം പറയണം. അത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വിഷു കഴിഞ്ഞ് വരുന്ന ആ ഒരു സമയങ്ങളിൽ അത് കണക്റ്റായാൽ എന്നെ എഴുതി അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഓക്കെ, എന്തെങ്കിലും അഭിപ്രായങ്ങൾ റീഡിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അതും മെസ്സേജ് വഴി നിങ്ങൾ പറയണം.